ശ്രീ എൻ സുഭാഷ് ബാബു, ഇവിടെ ഓരോ വർഷവും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം പാളിച്ചകൾ വരുന്നത് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? കാരണം നമ്മൾ കൃത്യമായ ഒരു ആസൂത്രണം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രമീകരണം നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുകയുള്ളൂ. പോലീസിന്റെ ഭാഗത്തു നിന്ന് അതൊക്കെ കൃത്യമായുള്ള ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ലേ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു തിരക്ക് എന്ന് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള വസ്തുതയുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, സാധാരണഗതിയിൽ കേരള പോലീസ് അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി പോലീസിന്റെ സഹായം തേടാറുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമുക്ക് അയച്ച ഒരു സന്ദേശത്തിൽ പറഞ്ഞതാണ്, തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങനെ വിളിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്, അതിന്റെ സാങ്കേതികത്വം അറിയില്ല. അങ്ങനെ ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ല, സാധാരണ ഇപ്പോൾ കേരള പോലീസിനെ കൊണ്ട് തന്നെയാണ് മുൻകാലത്ത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് അന്ന് പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോഴൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കേന്ദ്ര സേനയിലാണ് നമ്മളിപ്പം അധികവും ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന സഹകരണത്തോടു കൂടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ അപര്യാപ്തത, അതായത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അപര്യാപ്തത പരിഹരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ചില സമയത്തൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഉള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ, തിരക്കെന്തായാലും അഭൂതപൂർവമായ തിരക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ കണക്ക് കൂട്ടേണ്ടതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വെള്ളം പോലും, ഇപ്പം നേരത്തെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. കാരണം കുപ്പിവെള്ളം പോലും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം അതാത് സ്ഥലത്ത് കൊണ്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്ത് വെയിലും കൊണ്ട് 5, 8, 10, 15 മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ഭക്ഷണമോ കിട്ടുന്നില്ല, വെള്ളം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം ആളുകളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ ഉള്ളത് തീരെ അപര്യാപ്തമാണെന്നുള്ളത് നമുക്ക് സംശയം വേണ്ട. ഇനി ഈ ആളുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് നിയന്ത്രിക്കേണ്ടത്? ഇത് പിന്നെ നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തും അതേപോലെ തന്നെ വണ്ടിത്താവളം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അവസരത്തിൽ ആളുകൾ എത്ര ഇങ്ങോട്ട് വരാം, എത്ര വന്നിട്ടുണ്ട്, ഇനി എത്ര ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് എത്ര പേര് മടങ്ങിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സന്നിധാനത്ത് തെങ്ങി നിൽക്കുന്ന ആളുകളെ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞ് വിരിയൊക്കെ എടുപ്പിച്ച് മടക്കി അയക്കുന്നുണ്ട്. അവിടെ വിരി വെക്കാൻ സമ്മതിക്കാറില്ല. അങ്ങനെ പല കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ട്. അതിനാ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സമയത്ത് പരമാവധി 2 പേരല്ലേ 3 പേരാണ് 18-ാം പടി കയറുന്നത്. 2 പേരെ കയറാൻ പറ്റുള്ളൂ. കാരണം കെട്ടൊക്കെ തലയിൽ വെച്ചതിന് ശേഷം 2 കൈയോ അത് പിടിച്ചിട്ട് മുകളിലോട്ട് കയറുന്ന അവസരത്തിൽ അവിടെ ചുരുങ്ങിയ ദൂരമല്ലേ ഉള്ളൂ, 1 മീറ്ററിൽ ശിഷ്ടം ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ മുകളിലേക്ക് കയറണമെങ്കിൽ 2 പേർക്ക് സാധാരണഗതിയിൽ കയറാൻ പറ്റുള്ളൂ. ആ 2 പേര് ഒരു മിനിറ്റിൽ എത്ര ആൾ കയറും? ആ കയറുന്ന ആളുകളെ മാത്രമേ എന്തുള്ളൂ, നമ്മൾ ആ മോഡിലുള്ള നടപ്പാലത്തിലേക്ക്, ആ പാലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കടത്തി വിടുകയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം എത്രയാണ്, 1, 2, 3 മാക്സിമം പോകണം. അത് എല്ലാവർക്കും എന്താണ്, 1-ൽ തന്നെ വരണം. അതുകൊണ്ട് അവിടെ തിരക്കൊക്കെ ഉണ്ടാവും. സാധാരണ അവിടെ പോലീസ് ഉദ്യോഗന്മാരിന്ന് അത് 3ആയിട്ട് തിരിച്ചുവിടും. അവിടെ ഓരോ ആളുകൾ പോകുന്നതിന് സ്ഥലത്ത് 2-3 ആളുകൾ തള്ളിക്കൂടി അവിടുന്ന് തള്ളി പിടിച്ച് ഓരോരുത്തരുടെ പോലീസ് ഉദ്യോഗന്മാർ വലിച്ചു മാറ്റുക, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് അവിടെ രക്ഷയൊന്നുമില്ല. അപ്പം ഈ 18-ാം പടിയിൽ നിന്ന് കയറുന്ന ആളുകളുടെ എണ്ണത്തിന് അനുസരിച്ച് മാത്രമേ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൂടെ, സോപാനത്തിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കടന്നു പോകുന്നത്, എത്ര ആൾ കടന്നു പോകുന്നുള്ള ഏകദേശ കണക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇത്രയും ആളുകളെ മാത്രമേ അവിടെ, എല്ലാവരും ദർശനത്തിന്, അധികം ആളുകളും ദർശനത്തിന്, ഇല്ലാത്തവർക്ക് ക്യൂവിൽ വരണ്ട. അവർക്ക് അപ്പുറത്തെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി അതിലേ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ, കച്ചവടക്കാരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു പോകാനല്ലേ വെറുതെ അവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന, ദർശനത്തിനല്ലാതെ വരുന്ന ആൾക്ക് അതിലേ വന്ന് പോകാം. അതിനാർക്കും നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ ഈ ദർശനത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള എത്ര ആളുകൾ വരും എന്നുള്ള ഏകദേശ കണക്ക് നമുക്കറിയാം. ഞാനൊക്കെ ഒരുപാട് വർഷങ്ങൾ അവിടെ നിന്നതാണ്. ഇപ്പോൾ അന്നത്തെ ഈ 18-ാം പടിയിലും ശ്രീകോവിലിന് മുമ്പിലൊന്നും സ്ഥലം കൂട്ടാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. പണ്ട് തുടങ്ങിയ കാലത്തുള്ള അത്രയും സ്ഥലം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വരുന്ന നിയന്ത്രണത്തിനനുസരിച്ച് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് അനുസൃതമായി നിയന്ത്രിക്കാതെ അവിടെ ഇനി അഭൂതപൂർവമായ ആൾക്കൂട്ടം വന്നു എന്ന് പറഞ്ഞത് താഴെ നിന്ന് തന്നെ നിയന്ത്രിച്ച് കൊണ്ടുവരാതിരുന്നാൽ യാതൊരു ഗത്യന്തരം അവിടെ കിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് ശരിക്കും ഒരു വീഴ്ചയാണ്. ആ വീഴ്ച സമ്മതിച്ചുകൊണ്ട് ഇനി വീഴ്ച വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം.